സജിഷ, ഒളിമ്പിക്സിന്റെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത കൽപ്പിക്കപ്പെടുന്നതിലൂടെ കൃത്യം ഈ ഫൈനൽ മത്സരത്തിന് ഒരു 6 മണിക്കൂർ മാത്രം ശേഷിക്കുകയാണ്. 100 കിലോഗ്രാം ഭാരം കൂടിപ്പോയി എന്നതിൻ്റെ പേരിൽ വിനേഷ് ഫോഗട്ടിന് അയോഗ്യത കൽപ്പിക്കുന്നത്. കൃത്യമായി ഈ കായിക താരങ്ങളെ നിരീക്ഷിച്ച് അവർക്കുള്ള ഫുഡ് മെനു അടക്കമുള്ള കൃത്യമായ ഇടപെടലുകളും കാര്യങ്ങളും നിരീക്ഷിക്കാനൊക്കെ ഒളിമ്പിക് സമിതിയുടെ ഭാഗത്ത് തന്നെ ആളുകളുണ്ടായിരിക്കെ അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വീഴ്ച സംഭവിച്ചു. ഈ ഒളിമ്പിക്സിൻ്റെ തന്നെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു കൃത്യമായ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വേണ്ട ഇതിൽ കരുതാൻ. വിനിഷ, ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ പ്രതിക്കൂട്ടിൽ നിന്നിരിക്കുന്നത്, അതായത് വിനേഷ് ഫോഗട്ടിന്റെ മുൻ സമരത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് മുൻ BJP നേതാവായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ആണ്. ഈ ശരൺ സിംഗ് നമുക്ക് അല്പം മുമ്പാണ് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നത്. മാധ്യമപ്രവർത്തകർ ഇതിനെപ്പറ്റി വിനേഷ് ഫോഗട്ടിന്റെ വിജയത്തെക്കുറിച്ച്, വിനേഷ് ഫോഗട്ട് ഫൈനലിനെത്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ബ്രിജ്ഭൂഷൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്പം മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മത്സരത്തിൽ ഈ ഭാര പരിശോധനയുടെ ഫലം കൂടി വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ എന്തു തന്നെയായാലും ഒരു തരത്തിലും ഇവർക്ക് താല്പര്യമില്ലാതെ കൂടിയാണ് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിന് എത്തിയിരിക്കുന്നതും. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ എത്തിയിരിക്കുന്നത് ഈ ഗുസ്തി ഫെഡറേഷൻ തലപ്പത്തുള്ള ഭാരവാഹികൾക്ക് ആർക്കും താല്പര്യമില്ലാതെ തന്നെയായിരുന്നു പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, മികച്ച താരമായിട്ടും മികച്ച ഗുസ്തി താരമായിട്ടും സീഡ് ഇല്ലാതെ ഒളിമ്പിക്സിൽ പങ്കെടുക്കേണ്ടി വന്നത്. സീഡ് ഇല്ലാതെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ, അതായത് അതിനു മുമ്പ് തന്നെ ഈ ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് തന്നെ പല സമരങ്ങളിലും പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ പല പരിശീലന മത്സരങ്ങളിലും ഒഴിവാക്കപ്പെടുകയായിരുന്നു വിനേഷിന് പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, അതിനുശേഷം പരിക്ക് പറ്റി മത്സരങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, പരിശീലനങ്ങൾ മുടങ്ങി, സമരങ്ങൾ മാത്രമായിരുന്നു വിനേഷിന് മുമ്പിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സീഡ് ഇല്ലാതെ വിനേഷ് ഒളിമ്പിക്സിന് പങ്കെടുക്കുകയായിരുന്നു. സീഡ് ഇല്ലാതെ പങ്കെടുക്കുമ്പോൾ വിനേഷിന് അവരെക്കാളും താഴെയുള്ള താരങ്ങൾക്ക് പോലും സീഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്നലത്തെ ആദ്യത്തെ വിജയം, വിനേഷ് ഫോഗട്ട് നേടിയ ആദ്യത്തെ വിജയം തന്നെ സ്വർണ്ണ മെഡൽ, കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവിനോടാണ്, സുസുകിയാണ് തോൽപ്പിച്ചിരുന്നത്. സീഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വമ്പ മത്സരം വിനേഷിന് നേരിടേണ്ടി വരില്ലായിരുന്നു. എന്നിട്ട് പോലും ആ ഒരു താരത്തെയാണ് തോൽപ്പിച്ചിട്ടാണ് അടുത്ത റൗണ്ടിലേക്ക്, ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരുന്നത്. ക്വാർട്ടറിലും മികച്ച വിജയം കൈവരിച്ചു, സെമി ഫൈനലിലെത്തി. സെമിയിലും രാത്രി 3 മത്സരങ്ങൾ, ഒറ്റ രാത്രി കൊണ്ട് തന്നെ 3 മത്സരങ്ങൾ തുടർച്ചയായി, ഒറ്റ ദിവസം കൊണ്ട് തന്നെ 3 മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചു. അങ്ങനെ വിനേഷ് ഫൈനലിലെത്തി. ഈ വിനേഷിൻ്റെ വിജയം രാജ്യം ഒന്നടങ്കം ആഘോഷിച്ചിരിക്കുകയായിരുന്നു. കാരണം ഇന്ത്യ ഒളിമ്പിക്സിൽ നേടിയിരിക്കുന്ന ഇതിലെ ഏറ്റവും ത്രസിപ്പിക്കുന്ന വിജയം തന്നെയായിരുന്നു വിനേഷ് ഫോഗട്ടിൻ്റെ. 3 വെങ്കല മെഡലാണ് ഇന്ത്യക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ വെള്ളി ഉറപ്പായി, വിനേഷിന് വെള്ളി ഉറപ്പായി. ഇന്ത്യക്ക് ആദ്യത്തെ വെള്ളി മെഡൽ, ഈ ഒളിമ്പിക്സിലെ, പാരീസ് ഒളിമ്പിക്സിലെ ആദ്യത്തെ വെള്ളി മെഡൽ ഉറപ്പായി. അതിനുശേഷം സ്വർണത്തിനരികെ നിൽക്കുന്ന ഈ സമയത്ത്, ഈ സന്ദർഭത്തിൽ ബ്രിജ്ഭൂഷൺ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി. അതിനുശേഷം 100 ഗ്രാമിൻ്റെ വ്യത്യാസത്തിൽ ഭാരം 100 ഗ്രാം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് വിനേഷിന് അയോഗ്യത കൽപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ മാത്രമല്ല, ഈ സമരത്തെക്കുറിച്ചാണെങ്കിൽ തന്നെ എത്രയോ തവണ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഗുസ്തി താരങ്ങൾ, ഒരുപാട് താരങ്ങളെ പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. അതിൽ ബ്രിജ്ഭൂഷൺ സിംഗ് ഇവരെ ഒട്ടേറെ താരങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി മുന്നണി പോരാളിയായി നിന്നതുകൊണ്ട് തന്നെ വിനേഷ് ഫോഗട്ടിനെ ഒട്ടേറെ തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബ്രിജ്ഭൂഷൺ. ഇതിൽ ഇവർ സമരം നടത്തി. അതായത് കേന്ദ്ര സർക്കാർ ആദ്യം നടപടി എടുക്കാമെന്ന് പറഞ്ഞു ബ്രിജ്ഭൂഷണെതിരെ, പക്ഷേ നടപടി എടുത്തില്ല. തുടർന്ന് ഇവർ സമരം നടത്തി. ഗംഗാനദിയിൽ ഇവർ നേടിയ മെഡലുകളെല്ലാം വലിച്ചെറിയും. അതായത് ഒളിമ്പിക്സ് മെഡൽ മാത്രമല്ല, സാക്ഷി മാലിക്കിൻ്റെ ഒളിമ്പിക്സ് മെഡലുണ്ട്. അതിന് പുറമെ വിനേഷ് ഫോഗട്ട് കോമൺവെൽത്ത് ഗെയിംസിലെ മെഡലുകളുണ്ട്. മറ്റു പല താരങ്ങൾക്കും ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ വനിതാ ഗുസ്തി താരങ്ങൾ ഒന്നടങ്കം, അവർക്ക് പിന്തുണയുമായിട്ട് പുരുഷ താരങ്ങളും ഗുസ്തി താരങ്ങളും ജന്തർ മന്ദറിലെ സമരത്തിനുണ്ടായിരുന്നു. ഇവർ ഗംഗാനദിയിൽ മെഡലുകൾ, തങ്ങൾ രാജ്യത്തിനായി നേടിയ നേട്ടങ്ങളെല്ലാം ഗംഗാനദിയിൽ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് സമരത്തിന് ഇറങ്ങിയെങ്കിലും ആ സമരത്തിൽ ക്രൂരമായ ലാത്തി ചാർജായിരുന്നു നടന്നിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത് വിനേഷ് ഫോഗട്ടാണ്. വിനേഷ് ഫോഗട്ട് തലയെടുപ്പോടെ നിന്ന ഒരു സ്ത്രീ, എല്ലാ കാലത്തും കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ പരസ്യമായി വിങ്ങിപ്പൊട്ടിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇവരെ വലിച്ചഴിച്ചു, ലാത്തി ചാർജ് ചെയ്തു, ക്രൂരമായ മർദ്ദനത്തിനിരയായി. അങ്ങനെ ഒട്ടേറെ തവണ ഒട്ടേറെ സഹനങ്ങൾ, അല്ലെങ്കിൽ തന്നെ ഹരിയാന പോലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വിനേഷ് വന്നിട്ടുള്ളത്. ഇവരുടെ
നമ്മൾ ഡെങ്കൽ എന്ന സിനിമ കണ്ടിട്ടുണ്ട്, ഹിന്ദി സിനിമ, അമീർ ഖാൻ്റെ. അതിൽ ഇവരുടെ കസിൻസാണ് ആ സിനിമയിലെ കഥാപാത്രങ്ങൾ. അങ്ങനെയുള്ള ഒരു ഗുസ്തി പാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പക്ഷേ വിനേഷിനുണ്ടായിരുന്ന ഒരു ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ വിനേഷ് ഫോഗട്ട് 8ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടവളാണ്. അപ്പോൾ ഒട്ടേറെ സഹനങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പീഡനത്തിനെതിരെ, ഈ പീഡനം നടത്തിയെന്ന് പറയുന്ന ആൾക്കെതിരെ, അതൊരു BJP നേതാവായതുകൊണ്ട് തന്നെ അവർക്കുള്ള സമരത്തിൽ മുന്നിൽ നിന്ന് നയിച്ചു. അതെല്ലാമാണ് വിനേഷിനോടുള്ള ഒരു എതിർപ്പ് ഈ അധികാരികൾക്ക് നിലവിലുണ്ട്, ഭരണകൂടത്തിന് നിലവിലുണ്ട്. അതുമാത്രമല്ല, ഫോഗട്ട് വിജയിച്ച ശേഷം പ്രതിപക്ഷങ്ങളാണെങ്കിലും ഒന്നടങ്കം ട്വിറ്ററുകളിലാണെങ്കിലും എല്ലാം നേതാക്കൾ ഒട്ടേറെ അഭിനന്ദിച്ചുകൊണ്ട് കുറിപ്പുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് നമ്മുടെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അതുപോലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അങ്ങനെ പിന്നെ അതിന് പുറമെ ഇപ്പോഴും നമ്മൾ മെഡൽ പ്രതീക്ഷയായ നീരജ് ചോപ്ര, ഇങ്ങനെ ഒട്ടേറെ പേർ പിന്തുണയുമായിട്ട് ഒരു രാജ്യം ഒന്നടങ്കം വിനേഷ് ഫോഗട്ടിന് അനുകൂലമായിട്ട് വന്നുകൊണ്ട് നിൽക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഈ അയോഗ്യത കൽപ്പിച്ചിട്ടുള്ളത്. ഇതിൽ എന്ത് തന്നെയാണെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടാകും എന്ന് തന്നെയാണ് മിക്ക ആളുകളുടെയും വിലയിരുത്തൽ. ഇത് തന്നെയാണ് പറയാനുള്ളത് വിനിഷ.